ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് കമ്പാലയിലേക്കുള്ളൊരു യാത്രയിലാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ദീപാവലി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ വർഷമാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വർഷം ഇച്ചാൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നുവെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. ഈ വർഷം ഞാനും കുക്കും കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും യാത്ര ഇല്ലാത്തതുകൊണ്ടും ഓഫീസിൽ നിന്ന് ഇന്ത്യൻസ് കൂടെ ഉള്ളതുകൊണ്ടും നമ്മൾ പോയി പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും വന്ന് പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയ എൻട്രൻസ് ആണ്. അതിൽ ഉഗാണ്ടയുടെ ഇന്ത്യയുടെ ഒക്കെ ഫ്ലാഗ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ജനസാഗരമായിരുന്നു അവിടെ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഏകദേശം 30,000 പേർക്ക് മുകളിൽ ഉഗാണ്ടയിൽ ഇന്ത്യൻസ് ഉണ്ട്. പലപ്പോഴും ഉഗാണ്ടയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, മലയാളികളുണ്ടോ, ഇന്ത്യക്കാരുണ്ടോ എന്നൊക്കെ. എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ച നല്ല ഒരു ജനപ്പെരുപ്പമാണ്. ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്നാക്സും ഫുഡും എല്ലാം ഇവിടെ കിട്ടുമായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലെ സ്റ്റാളുകളും ഞങ്ങൾ കയറി ഇറങ്ങി. നല്ല പൊരിഞ്ഞ ഉഴുന്നുവട. ഞങ്ങൾ ഉഴുന്നുവട വാങ്ങി. ആദ്യം ഞങ്ങൾ കഴിക്കാൻ ഒരുങ്ങിയത് ഉഴുന്നുവടയായിരുന്നു. സാമ്പാറും ചട്നിയും ഒക്കെ ആയിട്ട് തെലുങ്കാന മോഡലിലുള്ള ഒരു ഉഴുന്നുവട. നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ അപ്പോൾ തന്നെ കഴിക്കില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം ചെറിയ സ്നാക്സൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. കാര്യം 3-4 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. കൂടെ വന്നവരൊക്കെ ഓരോ സ്റ്റാളുകളിലും കയറി ഇറങ്ങി. ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കരിമ്പ് ഇവിടെ കിട്ടുമായിരുന്നു. ഏത് വഴിക്ക് യാത്ര ചെയ്താലും കരിമ്പ് ഒരുപാടുണ്ട്. എന്നാൽ കരിമ്പിൻ്റെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവരങ്ങനെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി ഇവിടെ വിൽക്കാറില്ല. ചിലപ്പോൾ വില കൂടുതലായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നാൾ ആഗ്രഹിച്ച് കിട്ടിയതായതുകൊണ്ട് ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് വാങ്ങി. ഒരു ഗ്ലാസ്സേ വാങ്ങിയുള്ളൂ. അതിനകത്ത് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചു. കുക്കു ആ സമയത്ത് കളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനും ഇച്ചാനും കൂടെ ഷെയർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കി അപ്പം തന്നെ ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അതേ ടേസ്റ്റിൽ കിട്ടും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പരിചയത്തിലുള്ള ഒരുപാട് ആളുകളെ കണ്ടു. മലയാളികളായിട്ടുള്ള ആളുകളെ കണ്ടു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഒരുപാട് ജനം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മുടെ നാട്ടിലെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന പോലെ, ഒരു ദീപാവലി സെലിബ്രേഷനേക്കാൾ അപ്പുറമായിട്ട് ഏതോ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. കാര്യം അവിടെ ഭാഷയുടെ വ്യത്യാസം തോന്നിയില്ല, ഒരു വ്യത്യാസങ്ങളും തോന്നിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിഷ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു ബന്ധുവിൻ്റെ ഏതോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന അതേ ഫീലിംഗ് ആയിരുന്നു. നമുക്കും അങ്ങനെയല്ലേ, നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന ഓരോ പ്രവാസിക്കും അത് മനസ്സിലാകും. നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ രാജ്യത്തിലുള്ളവരൊക്കെ കാണുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളും അവിടെ ചുറ്റിക്കറങ്ങിക്കണ്ട്. ഏകദേശം 1 മണിക്കൂറോളം കാണാനുള്ള കാഴ്ചകൾ അവിടെയുണ്ട്. എങ്കിലും ഞങ്ങൾ പതിയെ, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമ്മൾ സാധാരണ പുറത്ത് പോകാറുള്ളത്, അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്ത് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരുന്നു. പിന്നെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇവിടെ പോകാറുള്ള ഗ്രീൻ ചില്ലി, കസാടി, അവിടെയൊക്കെ നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കാനും ഊണ് കഴിക്കാനും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാളുകളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചിക്കൻ ബാർബിക്യൂ, ചിക്കൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഒരു ഭാഗത്ത് വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമായിരുന്നു. അതാണ് നമ്മൾ ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ടത്. മറുവശത്ത് നോൺ വെജിൻ്റെ ഐറ്റംസാണ്. അവിടെ ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു. നമ്മളതെല്ലാം കണ്ടതിന് ശേഷം
മോമോസ് അവിടെ ഉണ്ടായിരുന്നു. മോമോസ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട് എങ്കിലും അതാത് രാജ്യക്കാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മോമോസൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ മോമോസ് ആയിരുന്നു. ഞാൻ കൂടുതലും വെജിറ്റബിൾ മോമോസാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷെ ചിക്കൻ മോമോസ് കഴിച്ചപ്പോൾ നല്ല വെറൈറ്റി ആയിരുന്നു. ഇത് നമ്മുടെ ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. ഉഴുന്നുവട, പൊറോട്ട, ചിക്കൻ, സാമ്പാർ, ഇഡ്ഡലി, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ കുക്കൂനെ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ തനിയെയാണ് ഇത്രയും നേരം അതുവഴിയെല്ലാം കണ്ടത്. ചെന്നപ്പോൾ കുക്കു നല്ല കളിയാണ്. നമ്മുടെ മലയാളി അസോസിയേഷനിലുള്ള കുറേ ഫ്രണ്ട്സ് കുക്കുവിനെ അവിടെ കണ്ടു. അവരുടെ കൂടെ കുക്കു കളിയൊക്കെയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്ന ഒന്നും ആൾ കണ്ടില്ല. കുക്കുവിനെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വേണ്ട, അവരുടെ കൂടെ കളി തുടങ്ങിക്കോളും. അങ്ങനെ കുറച്ച് സമയം കുക്കുവിൻ്റെ കളിയൊക്കെ കണ്ടു നിന്നു. കുട്ടികളെല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ അവർക്ക് ഭാഷയോ സ്റ്റേറ്റ്സോ ഒന്നും വിഷയമല്ലായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചു കൂടി. അവിടെ ഒരുപാട് ആഫ്രിക്കക്കാരും ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനും നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആഫ്രിക്കക്കാർ ഒരുപാടുണ്ടായിരുന്നു. മോമോസ് ഞാൻ പറഞ്ഞല്ലോ, മോമോസ് നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. ആ ചട്നിക്കൊക്കെ കുറച്ച് എരിവുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ കുഴപ്പമില്ല. നമ്മൾ എരിവ് നന്നായിട്ട് ഉപയോഗിക്കുന്നവരായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എരിവിൻ്റെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ കുറച്ചു. അത് കാരണം തന്നെ അല്പം എരിവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത് ജ്വാല ഫയർ വർക്ക്സ്, ഇവരായിരുന്നു അവിടുത്തെ ഏറ്റവും കൂടുതൽ ഫയർ വർക്ക്സിനുള്ള സാധനങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സമയം അനുസരിച്ച് ഓരോരുത്തർ വന്ന് അവരുടേതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റ്സ് അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തമായി അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഫയർ വർക്ക്സിന് വേണ്ടി തന്നെ ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫയർ വർക്ക്സ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയായിരുന്നു കാണാൻ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതും. ലൈഫിലെ ആദ്യമായിട്ടുള്ള അനുഭവമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒന്നാണ് ഫയർ വർക്ക്സ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നെന്ന്. കുക്കുവിനെ ഇഷ്ടപ്പെട്ടു. എത്രത്തോളം അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കണമെന്നറിയില്ല, അത്രത്തോളം ഭംഗിയായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂറോളം ഇത് അവിടെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അവിടെ നടന്നിരുന്നു. ഓരോ സംസ്ഥാനക്കാരും അതിൽ പങ്കെടുത്തു. ഒരു ടീം ചെയ്തതിന് ശേഷം അടുത്ത ആൾ ചെയ്യുന്നു. അവർ വാങ്ങിയ സാധനങ്ങൾ അവിടെ അവർ പൊട്ടിക്കുന്നു. വളരെ ഭംഗിയായിരുന്നു കാണാൻ. കാര്യം നമ്മുടെ ഫ്ലാറ്റുകളിൽ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ദീപാവലി ദിവസത്തേക്ക് മാത്രമായിട്ട് ഈ ഏരിയയിൽ ഇങ്ങനൊരു പെർമിഷൻ അവർ തന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വൈകി ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. ചിക്കൻ ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വാങ്ങി കുറച്ചേ ഉള്ളൂ. ഞങ്ങളത് വാങ്ങി കഴിച്ചു. കാര്യം നമ്മൾ വൈകുന്നേരം ചെന്നതാണ്. പിന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സിംഗർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാട്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ കൂടെ വന്നവരൊക്കെ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് അവരുടെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല സെക്ഷനായിട്ട് മാറി. അത്രയ്ക്ക് ആളുണ്ടായിരുന്നു അവിടെ. എന്തായാലും ഉഗാണ്ട വന്നതിന് ശേഷം ഇന്ത്യക്കാരോടൊന്നിച്ച് ഇന്ത്യയിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.